സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിച്ചതായ ഭാഗത്തിൽ കാണാം. 1-ാം വാക്യം, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നാം എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. ലോകത്തിൻ്റെ പിതാവ് ആരാണെങ്കിലും നമുക്കെല്ലാവർക്കുമായ പിതാവ് കർത്താവാണ്. അവൻ്റെ മക്കളായി അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവൻ്റെ നാമത്തെ ധരിച്ചിരിക്കുന്ന നാം എല്ലാവരും, അവൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നതായ നാം എല്ലാവരും തന്നെ സ്നേഹമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് ഓരോരുത്തരോടും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം തിരിച്ചറിയും. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഡയലോഗുകൾ അല്ല. മനുഷ്യർക്കിന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ ചില വാക്കുകളാണ്, ചില മധുര വാക്കുകളാണ്. ഐ ലവ് യു, ഐ ലൈക്ക് യു, ഐ കിസ് യു, ഐ വാണ്ട് യു. എന്താണ്? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വാക്കുകളാണ്. അവർ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ മനസ്സിന് ഉള്ളിൽ സ്നേഹം കാണില്ല. മറ്റുള്ളവരെ കരുതുന്നതാണ് സ്നേഹം. നിന്റെ ആവശ്യങ്ങൾ നീ നേടിയെടുക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് സ്നേഹം. നിന്റെ നന്മയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് നീ ചിന്തിക്കുന്നതാണ് സ്നേഹം. നിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് നീ വേദനിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേദനിക്കുന്നതാണ് സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാകുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നതാണ് സ്നേഹം. ഈ ആശകൾ എത്ര പേർക്കുണ്ട്? ഇത് ഭവനത്തിലാകട്ടെ, അല്ലെങ്കിൽ സഭയിൽ ആകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ആകട്ടെ, എത്ര ആളുകൾ ഇങ്ങനെയുള്ള സ്നേഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്? പലപ്പോഴും ഒരു മാതാവിൽ മാത്രമേ ഈ സ്നേഹം കാണുവാൻ കഴിയുകയുള്ളൂ. ഒരു അമ്മയെപ്പോഴും തന്നെക്കാൾ ഉപരിയായി തൻ്റെ മക്കളെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. വാർദ്ധക്യത്തിലാകുന്ന സമയത്തും എൻ്റെ കാര്യം എന്താവും, എന്നെ ആരും നോക്കും എന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. എൻ്റെ മക്കളുടെ സ്ഥിതി എന്താവും, അവരെ ആരും നോക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾ വന്ന് പറയാറുണ്ട്, കൊച്ചുമകന് കല്യാണം കഴിയുന്നില്ല, നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അവരുടെ മാതാപിതാക്കളുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. കൊച്ചുമകന് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. അതാണ് സ്നേഹം. ഈ കാലത്ത് അങ്ങനെയുള്ളതായ സ്നേഹമില്ല. അത് ഒരു അമ്മയിൽ മാത്രമേ കാണുവാൻ കഴിയൂ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് നോക്കുക, നിന്റെ ഭവനക്കാരെ നീ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം അത് ഒരു വിഭാഗത്തിലുള്ളതാണ്. അത് സ്നേഹത്തിൻ്റെ ആരംഭം മാത്രമാണ്. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ആരംഭിക്കുന്നത്. നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? റോഡിലൊരു ഭിക്ഷക്കാരൻ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ റെയിൻകോട്ട് അവനെ ധരിപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഭവനത്തിൽ ചെന്നിട്ട് ഒരു പുതപ്പെടുത്തുകൊണ്ട് കൊടുക്കാമോ? അല്ലെങ്കിൽ അവന് കുറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുക്കാമോ എന്ന് ചിന്തിക്കുന്നത്, അതാണ് സ്നേഹം. അതാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം. അത് സ്നേഹമാണ്. അത് സ്ഥിരമായി നിലനിൽക്കുന്നതായിരിക്കണം. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ സ്നേഹം
ഇടയ്ക്ക് എവിടെയുമില്ലാത്തതായ വലിയ സ്നേഹമാണ് അവർ കാണിക്കുന്നത്. ജന്മദിനത്തിന് മാത്രം വലിയ സ്നേഹം കാണിച്ച് കേക്കൊക്കെ കൊണ്ട് കഴിപ്പിക്കും. ജന്മദിനം മാത്രം സ്നേഹം കാണിക്കുന്നു. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ മാത്രം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിനക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം നിലനിൽക്കുന്നതായിരിക്കണം. അത് സ്റ്റേബിളായിട്ടുള്ള സ്നേഹം ആയിരിക്കണം. എപ്പോഴും ഒരുപോലെയായിരിക്കണം. എപ്പോഴും ഒരേ രീതിയിലായിരിക്കണം. നിന്നെ അനുസരിക്കുമ്പോൾ ഒരു സ്നേഹം, അനുസരിക്കാതിരിക്കുമ്പോൾ മറ്റൊരു സ്നേഹം. അതല്ല യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. നിനക്ക് പ്രയോജനമുള്ളവരെ ഒരു രീതിയിൽ കാണുന്നു, പ്രയോജനമില്ലാത്തവരെ മറ്റൊരു രീതിയിൽ കാണുന്നു. അതല്ല യഥാർത്ഥ സ്നേഹം. ഇന്ന് ലോകത്തിൽ ഈ സ്നേഹമാണ് കാണുന്നത്. എൻ്റെ പാർട്ടിയിൽ ആണെങ്കിൽ അവന് എന്തും കൊടുക്കാൻ തയ്യാറാകും. മറ്റേ പാർട്ടിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കാൻ നോക്കും. ഇതാണ് ലോകത്തിൽ കാണുന്നത്. എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ഞാൻ അവനെ പുകഴ്ത്തും. എനിക്കെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവനെ ഞാൻ ചീത്ത വിളിക്കും. അതാണ് ലോകത്തിൽ കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെയുള്ളതല്ല. യൂദാ ഇസ്കരിയോത്ത് അവനെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. പണം അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയിട്ടും സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. അവൻ പണം നോക്കുന്നില്ല. അതുപോലെ യൂദാ ഇസ്കരിയോത്ത് ചെയ്ത കാര്യം നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും യൂദാ ഇസ്കരിയോത്ത് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ആർമൂലം അത് ഉണ്ടാകുന്നുവോ അവർക്ക് കഷ്ടം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് വിടുവിക്കണം. അതുമാത്രം ചിന്തിച്ചാണ് കർത്താവ് ആലോചിച്ച് ഗത്സമനയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്. കർത്താവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുമ്പോഴും ദ്രോഹി നീ നശിച്ചു പോകട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഈ ദിവസം നാം നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ സ്നേഹിതരുടെ ഇടയിൽ, നാം ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ സഹപ്രവർത്തകരോട്, ക്ലാസ്മേറ്റ്സിനോട്, നമ്മുടെ റൂംമേറ്റ്സിനോട് നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ നാം എന്താണ് പറയാറുള്ളത്? ചെറുപ്പകാലത്ത് നിന്നോട് എനിക്ക് കൂട്ടില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ നാം ചിന്തിച്ചാൽ, അങ്ങനെ ഏതു കാര്യത്തിനും പിണങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? വചനം പറയുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ വിചാരിക്കുന്നു ഇത് ആഹാരം കൊടുക്കുന്നതാണെന്ന്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുന്നത് മാത്രമല്ല, മറ്റുള്ള വ്യക്തി നിന്റെ അടുക്കൽ ഹോംലി ആയിട്ട് എന്ന് പറയുമ്പോൾ നിന്റെ അടുക്കൽ ഒരു പിണക്കവുമില്ലാതെ ഇരിക്കുന്നതാണ്. നിന്റെ അടുക്കൽ ഭയമില്ലാതെ ഇരിക്കുന്നതിന്, നിന്റെ അടുക്കൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ, നിന്റെ അടുക്കൽ സൗഹൃദത്തോടെ ഇരിക്കാൻ. അതാണ് ആതിഥ്യം. സാധാരണ എല്ലാവർക്കും അമ്മയെയാണ് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ആരോടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? അമ്മയോടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മെ അമ്മ വെറുക്കുകയില്ല. അമ്മയെ ഞാൻ തോറ്റുപോയി അന്ന് പറയും, സാരമില്ല, നീ പാസ്സായിക്കൊള്ളും. അല്ലെങ്കിൽ നീ തോറ്റുപോയ എങ്കിൽ നീ ശരിയാവത്തില്ല, ഇറങ്ങിപ്പോയെന്ന് ചിലപ്പോൾ അപ്പം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ലോകക്കാർ പറഞ്ഞേക്കാം. എനിക്ക് ആദ്യമേ അറിയാം നീ ശരിയാവില്ല എന്ന്, നീ പാസ്സാകുകയില്ല എന്ന്. എന്നാൽ അമ്മ എന്തു പറയും? മകനെ സാരമില്ല എന്ന്. എന്തുകൊണ്ടാണ്? പോട്ടെ, സാരമില്ല, അടുത്ത പ്രാവശ്യം പാസ്സാകുമെന്ന് പറയും. യേശുക്രിസ്തുവിന്റെ സ്നേഹം അതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടിയാണ്. ആ സ്നേഹം പ്രാപിച്ച നാമും മറ്റുള്ളവരെ അതുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വായി തുറന്ന് കർത്താവോട് ചോദിക്കുക, എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? എന്നിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നെ എന്തിനാണ് നീ വീണ്ടെടുത്തത്? എന്നെ എന്തിനാണ് നീ രക്ഷിച്ചെടുത്തത്? എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് നിനക്ക് മറുപടി നൽകും. എന്നെ എന്തിനാണ് ജനിപ്പിച്ചത്? എന്നെ എന്തിനാണ് വീണ്ടെടുത്തത്? എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത് എന്ന് കർത്താവിനോട് നിങ്ങൾ ചോദിക്കുക. എന്നെക്കുറിച്ചുള്ളതായ നിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ചോദിച്ചു മനസ്സിലാക്കാം. ആ കർത്താവിനോട് ചോദിക്കാം. അവന് നമ്മെക്കുറിച്ച് അറിയാം. അവന് നമ്മുടെ മനസ്സ് അറിയാം. അവന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. നമ്മുടെ വാക്കുകൾ അതരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ
നിന്റെ ഹൃദയത്തിൻ്റെ ആലോചനകൾ അവൻ അറിയുന്നു. നിന്നെ സഹായിക്കുന്നവൻ അവനാണ്. അവനാകുന്നു എൻ്റെ സഹായകൻ. ഞാൻ വീഴുമ്പോൾ അവൻ കരം പിടിച്ചുയർത്തും. ഞാൻ കരയുമ്പോൾ അവൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കും. ഞാൻ നിസ്സഹായനായിരിക്കുമ്പോൾ എന്നെ സഹായിക്കും. ഞാൻ വിശന്നിരിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ വിശപ്പ് മാറ്റും. ഞാൻ ആവശ്യത്തിലിരിക്കുകയാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങളെ അവൻ മാറ്റും. എന്നെ സഹായിക്കുന്ന കർത്താവാണവൻ. സ്വപുത്രനോടൊപ്പം സകലതും എനിക്ക് വേണ്ടി അവൻ നൽകിയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥന. നീയാകുന്നു എൻ്റെ പ്രാണനാഥൻ. നീയാകുന്നു എൻ്റെ വിമോചകൻ. നീയാകുന്നു എന്നെ രക്ഷിച്ചവൻ. നിന്നിൽ മാത്രം ഞാൻ ആശ്രയം വെച്ചിരിക്കുകയാണ്. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ലല്ലോ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ലെന്ന് നീ പറയുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അതനുഭവിക്കുവാൻ സഹായിക്കണമേ. സംതൃപ്തിയുള്ളതായ ഒരു ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. നീ നൽകിയതിനെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ, സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകവിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ ഇടവരുത്താതെ, ഈ ലോകത്തിലുള്ളതായ ഭാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരുത്താതെ, ഈ ലോകത്തിലെ വ്യാപാരത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ വിചാരങ്ങളെക്കുറിച്ച്, ദ്രവ്യമോഹത്തിൽപ്പെട്ട് നശിച്ചുപോകാൻ ഇടവരുത്താതെ കർത്താവേ, നീ നൽകുന്ന നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. സഹോദരപ്രീതി നിലനിർത്തുവാനും അതിഥി സൽക്കാരം മറന്നു പോകാതിരിക്കുവാനും ഞങ്ങളും ശരീരത്തിലിരിക്കുന്നവരായതുകൊണ്ട് ശരീരത്തിലിരിക്കുന്നവരുടെ കഷ്ടതകൾ മനസ്സിലാക്കുവാനും ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ അപ്പാ. സംതൃപ്തിയുള്ളവരായിട്ട് ധനമോഹം വിട്ടിട്ട് കർത്താവ് എൻ്റെ സഹായകനാകുന്നു, മനുഷ്യർ എനിക്ക് സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചുറ്റും നീ കർത്താവേ വേലികെട്ടുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ ചെയ്യുമാറാകണമേ. നിന്റെ വിശാലമായ ചെറുകിൻ്റെ മറവിൽ ഞങ്ങളെ നീ മറയ്ക്കുമാറാകണമേ. ലോകമാലിന്യങ്ങൾ ഞങ്ങളെ തൊടാതെ ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കുവാൻ, വിശ്വാസ ജീവിതമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ